നീതിക്കും നിലനിൽപ്പിന് വേണ്ടി കടപൊരുതുന്ന, ജീവിക്കുന്ന, സംസാരിക്കുന്ന ആളുകളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ശബ്ദമില്ലാത്ത ഒരു ജനവിഭാഗത്തിന്റെ ശബ്ദമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇരകളുടെ ശബ്ദം അത് ശക്തമായി അവതരിപ്പിക്കേണ്ടതെങ്കിൽ അവതരിപ്പിക്കുവാൻ സോളിഡാരിറ്റി ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിങ്ങളുടെ സഹകരണം അനിവാര്യമാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പണമുള്ളതിന്റെ വിദ്യാഭ്യാസവും പണമുള്ളതിന്റെ ചികിത്സയും പണമുള്ളതിന്റെ സൗകര്യങ്ങൾ ലഭിക്കുന്ന, പണമില്ലാത്തവരെ ചികിത്സ നിഷേധിക്കുന്ന, പണമില്ലാത്തവരെ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മുടെ രാജ്യത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പണമാണ് പ്രധാനം. പണത്തെ ഭൂമിക്കുന്ന ഒരു ജനതയാണ് ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യശാസ്ത്രത്തിൽ മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും ഒക്കെ മനോഭാവം മാറിയത് ഇത്തരം ഒരു മുതലാളിയുടെ കാഴ്ചപ്പാടിനെയാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. നേരത്തെ ശ്രീ ദിലീപ് അദ്ദേഹത്തിന്റെ നല്ല നല്ല കാലത്തെ ഓർമ്മകൾ നമ്മുടെ മുമ്പിലായി കിടക്കുകയും വാഹനം തട്ടിത്തെറിപ്പിച്ച് തെരുവിൽ കടന്ന് ജീവന് വേണ്ടി പടഞ്ഞപ്പോ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാതെ കടന്നുപോയ ജനങ്ങളെ കുറിച്ച് പരിതപിക്കുകയും ചെയ്തു. ആർക്കും ആരുടെയും കാര്യം നോക്കാൻ സമയമില്ലാത്ത, ആരും ആരുടെയും വിഷയത്തിൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വഴി നിസ്വാർത്ഥരായി ഇടപെടാൻ സമർത്ഥമാകാത്ത, ആരെങ്കിലും വേണ്ടി സംസാരിക്കുന്നുവെങ്കിൽ അതിലെന്തോ താല്പര്യങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് സ്വാഭാവികമായി മനസ്സിലാക്കി പോകുന്ന, അതേപോലെ തന്നെ സഹജീവിയോടും സമൂഹത്തോടുമുള്ള ബാധ്യതയുടെയും പ്രതിബദ്ധതയുടെയും പഴയകാല താല്പര്യങ്ങൾ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ആരോഗ്യരംഗത്തെ ചൂഷണത്തിനെതിരെയുള്ള സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളോടൊപ്പം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു നല്ല തുടക്കമാകട്ടെ എന്ന സർവശക്തരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ പിന്നാപ്പെടുന്നു. നിങ്ങൾക്ക് സോളിഡാരിറ്റിയെ വ്യക്തമാക്കിവാദികൾ. അതായത് സജീവരിക്കര പോളിടെക്നിക്കിലെ സാറ്, അതായത് ഞാൻ ഈ സാലക്കുട്ടി ഇവിടെ വന്ന് സംസാരിച്ച സാലക്കുട്ടിയുടെ ഉൾപ്പെടെയുള്ള പല ക്രിമിനൽ കേസുകൾ നടത്തി. ഇപ്പൊ ഈ സാലക്കുട്ടിയുടെ ഒരു ഡോക്ടറുടെയും കോടതിയിൽ സാക്ഷിയായിട്ട് ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ കോടതിയിൽ ഡോക്ടറിനെ സാക്ഷിയാക്കേണ്ട യാതൊരു കാര്യമില്ല. സജീവരിക്കര എന്തിനാണ് വിദേശത്ത് ഇത്രയും പൈസ ബുദ്ധിമുട്ടി ചെയ്തതെന്ന് എനിക്കറിയില്ല. കാര്യം ഞാനോ ഈ സമൂഹത്തിലെ എത്ര വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ KM ചെറിയാണോ ആരും അവരല്ല വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച മെഡിക്കൽ പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ കോഡ് ചെയ്ത് കോടതിയിൽ കൊടുത്താണ് ഞങ്ങൾ വിധികൾ സമ്പാദിക്കുന്നത്. അല്ലാതെ ഒരു ഡോക്ടറെ നിങ്ങൾ സാക്ഷിയാക്കേണ്ട കാര്യമില്ല. ശരിയാണ്, പറഞ്ഞ ഒരു സൂപ്പർ സ്പെഷ്യാലിസ്റ്റിനെ ഈ IMAയുടെ കയ്യിൽ നിന്നൊന്നും നമുക്ക് വിട്ടിട്ടില്ല. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, ഇന്ത്യയിലെ ഭരണഘടനാപരമായ ബോഡി, ഈ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച അതാത് വിഷയങ്ങളിലെ ടെസ്റ്റ് ബുക്കുകളുടെ ആ ഭാഗം കോഡ് ചെയ്ത് കോടതിയിൽ അവതരിപ്പിച്ചാൽ മാത്രം മതി എന്നുള്ളത് നിങ്ങളുടെ അറിവിലേക്ക് പറയുന്നു. ഇത്തരം ചൂഷണ വിധേയമായ സ്ഥാപനങ്ങൾക്കെതിരെ ഒരു സന്ധിയില്ല സമരം പ്രഖ്യാപിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകുവാൻ, എല്ലാ തിന്മയ്ക്കെതിരെയും ശക്തമായി പോരാടുവാൻ ഇവിടെ വെച്ച് പ്രതിജ്ഞയെടുക്കുക. ഇതിനോടൊപ്പം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഉണ്ടാകും. ഈ സമരത്തെ എല്ലാവരും ജയിപ്പിക്കണം എന്ന് ആദ്യമായി ആവശ്യപ്പെടുകയാണ്. ഡോക്ടർ സച്ചിൻ രാഘവൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അഡ്വക്കേറ്റ് ജോഷി ചേട്ടൻ ഇവിടെ വിദ്യാപ്രഭാഷണം നിർവഹിക്കുവാൻ എത്തിച്ചേർന്നത് സോളിഡാരിറ്റി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി മുജീബ് റഹ്മാൻ സാഹിബാണ്. അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ഇത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന തൊഴിലാളിക്ക് പോലെ വളരെ സുശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘത്തിന്റെ ഓഫീസ് ഉദ്ഘാടനത്തെ ക്ഷണിക്കുവാനുള്ള വലിയ മനസ്സ് കാണിച്ച ഇതിന്റെ ഭാരവാഹികളോട് ഏറ്റവും ഹൃദയപൂർവ്വമുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസുകളുടെ അനുവാദത്തോടുകൂടി ഈ സ്വാഗത സംഘം ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചു.
പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ ആവേശജനമായ ഒരു പരിപാടിയുടെ മുന്നോടിയായി നടത്തപ്പെടുന്ന ഒരു വാഹന പ്രചരണ ജാഥയുമായാണ് സോൾഡാറ്റി യൂത്ത് മൂവ്മെന്റ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. കേരള സംസ്ഥാനത്ത് വളരെ ചുരുങ്ങിയ ആയസോടുകൂടി പിറന്നു വീണ ഈ യുവജന പ്രസ്ഥാനം ഇന്ന് കേരള ജനതയുടെ മനസ്സുകളിലും പ്രത്യേക ഈ രാജ്യത്ത് എല്ലാവിധ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ മണ്ഡലങ്ങളിലും ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ട് രാജ്യത്തെ വേദന അനുഭവിക്കുന്ന സമൂഹത്തിന്റെ അത്താണിയായി തീരുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഈ യുവജന സംഘത്തെ മുന്നോട്ട് നയിക്കുന്നതിനും ആശീർവദിക്കുന്നതിനും വേണ്ടി രാജ്യത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ജില്ലാ സമ്മേളനങ്ങൾ നടത്തി വരികയാണ്. ഇല്ല എന്നുള്ള ദുഃഖസത്യമാണ് ഈ യുവജന പ്രസ്ഥാനത്തെ ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രേരകമായിട്ടുള്ളത്. അതുകൊണ്ട് സവിനയം എനിക്ക് എന്റെ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പ്രസ്ഥാനത്തിന്റെ ഇതുവരെയുള്ള പ്രയാണത്തെ മുൻനിർത്തിക്കൊണ്ട് നാട്ടിന് ആവേശകരമായ മുന്നേറ്റം നൽകുവാൻ പ്രാപ്തമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം സൃഷ്ടിക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയും എന്ന് ആത്മവിശ്വാസത്തോടുകൂടി ഈ യുവജന പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ഈ വാഹന പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഞാൻ അവർക്ക് അവസരം നൽകുന്നതിന് വേണ്ടി എന്റെ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി ഈ കോട്ടയം ജില്ലയിൽ ഒന്നാകെ വൻപ വിജയമായി തീരുന്നതിനും ഈ പരിപാടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് യുവജനങ്ങൾ ഒന്നാകെ അണിചേരുന്നതിനും ദൈവം തമ്മിൽ അനുഗ്രഹമാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീതിക്ക് നിലനിൽപ്പിന് യുവതയുടെ സമരസാക്ഷ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിലും ഏതാനും മാസങ്ങളായി നടത്തിവന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതിനകം അറിഞ്ഞതാണ്. അതിന്റെ ഭാഗമായി കോട്ടയം ജില്ലാ സമ്മേളനം 2007 മാർച്ച് 4 കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ത്തിന്റെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന അതിന്റെ ഇടപെടലുകളെക്കുറിച്ച് പലപ്പോഴും പല സന്ദർഭങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കി വരുന്നു. ലോകത്തിന്റെ സമകാലിക സാഹചര്യങ്ങളെ വളരെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ഇപ്പോൾ സോളിഡാരിറ്റി എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അടിച്ചമർത്തപ്പെട്ട വർഗകരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും ചോദ്യമായി, പ്രതിരോധമായി, പ്രാർത്ഥനയായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കടന്നുവരുന്ന മാർച്ച് മാസം 4-ാം തീയതി നടത്തുന്ന പ്രഥമ ജില്ലാ സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വൈകുന്നേരം 7 മണിക്ക് കാഞ്ഞിരപ്പള്ളി വേണ്ടകർമ്മയിൽ ചേരുന്ന പ്രൗഢഗംഭീരമായ പൊതുസമ്മേളനത്തിൽ ആദരണീയനായ ജമാഅത്തുൽ ഇസ്ലാമിയുടെ കേരള അമീർ ജനാബ് പിയാരി സാഹിബ് മാർച്ച് 4 കാഞ്ഞിരപ്പള്ളി നടക്കുകയാണ്. മാർച്ച് 4 രാവിലെ 10 മണിക്ക് സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് അബ്ദുൽ ഹമീദ് വാണിമംഗലം സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനാബ് ജമാഅത്തുൽ ഇസ്ലാമിയുടെ മേഖലാ നാസിർ ജനാബ്